കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 433. ഇസ്രായേലിൻ്റെ പാപപരിഹാരാർത്ഥം ആണ്ടിലൊരിക്കൽ മാത്രമാണ് മഹാപുരോഹിതൻ രക്ഷകനായ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചിരുന്നത്. അതിവിശുദ്ധ സ്ഥലത്തുള്ള കൃപാസനത്തെ ബലിരക്തം കൊണ്ട് തളിച്ച ശേഷം മാത്രമാണ് ഇത് ചെയ്തിരുന്നത്. കൃപാസനം ദൈവസാന്നിധ്യത്തിൻ്റെ സ്ഥാനമായിരുന്നു. യേശുവിനെ അവിടുത്തെ രക്തത്തിലൂടെയുള്ള പാപപരിഹാരമായി ദൈവം നിയോഗിച്ചു എന്ന് വിശുദ്ധ പൗലോസ് പറയുമ്പോൾ അദ്ദേഹം അർത്ഥമാക്കുന്നത് ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിലാണ്. ദൈവം ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് രമ്യതപ്പെടുത്തിയത് എന്നാണ്. യേശുവിൻ്റെ പുനരുത്ഥാനം രക്ഷകനായ ദൈവത്തിൻ്റെ നാമം മഹത്വം സ്വീകരിക്കുന്നു. കാരണം അപ്പോൾ മുതൽ എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമത്തിൻ്റെ പരമശക്തിയെ അതിൻ്റെ പൂർണ്ണതയിൽ പ്രകടിപ്പിക്കുന്നത് യേശുവിൻ്റെ നാമമാണ്. ദുഷ്ടാരൂപികൾ അവിടുത്തെ നാമം ഭയപ്പെടുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ ശിഷ്യന്മാർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ നാമത്തിൽ അവർ ചോദിക്കുന്നതെന്തും പിതാവ് അവർക്ക് നൽകുന്നു. യേശു എന്ന നാമമാണ് ക്രൈസ്തവ പ്രാർത്ഥനയുടെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്നത്. ആരാധനക്രമത്തിലെ പ്രാർത്ഥനകളെല്ലാം സമാപിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി എന്ന വാക്കുകളോടെയാണ്. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന അതിൻ്റെ പാരമ്യത്തിൽ എത്തുന്നത് നിന്റെ ഉദരത്തിൻ്റെ ഫലമായ യേശു അനുഗ്രഹീതനാകുന്നു എന്ന വാക്കുകളിലാണ്. പൗരസ്ത്യരുടെ യേശു ജപം എന്ന ഹൃദയപ്രാർത്ഥന ശ്രവിക്കുക. കർത്താവായ യേശു ക്രിസ്തുവേ, ദൈവപുത്ര, പാപിയായ എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ആർക്കിലെ വിശുദ്ധ ജോവാനെ പോലെയുള്ള അനേകം ക്രിസ്ത്യാനികൾ അന്ത്യശ്വാസം വലിച്ചത് യേശു എന്ന നാമം ഉച്ചരിച്ചുകൊണ്ടാണ്. അഭിഷിക്തൻ എന്നർത്ഥമുള്ള മിശിഹ എന്ന ഹീബ്രു വാക്കിൻ്റെ ക്രിസ്തു പരിഭാഷയിൽ നിന്നാണ് ക്രിസ്തു എന്ന വാക്ക് വന്നിട്ടുള്ളത്. ഇത് സൂചിപ്പിക്കുന്നത് ദിവ്യദൗത്യം യേശു പൂർണ്ണമായി നിർവഹിച്ചതിനാൽ ക്രിസ്തു എന്നത് യേശുവിന് സംയോജിച്ച സംജ്ഞയായിത്തീരുന്നു. ഇസ്രായേലിൽ പ്രത്യേകമായ ഒരു ദൗത്യത്തിനായി ദൈവസമർപ്പിതരായവർ അവിടുത്തെ നാമത്തിൽ അഭിഷിക്തരായിരുന്നു. രാജാക്കന്മാരും പുരോഹിതന്മാരും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രവാചകന്മാരും ഈ അഭിഷേകം സ്വീകരിച്ചിരുന്നു. തൻ്റെ രാജ്യം എന്നേക്കുമായി സ്ഥാപിക്കുവാൻ ദൈവത്താൽ അയക്കപ്പെടുവാനിരുന്ന മിശിഹായെ സംബന്ധിച്ചിടത്തോളം ഈ അഭിഷേകം സർവോപരി അന്വർത്ഥമാണ്. രാജാവും പുരോഹിതനും പ്രവാചകനുമായി മിശിഹ കർത്താവിൻ്റെ ആത്മാവിനാൽ അഭിഷിക്തനാകുക ആവശ്യമായിരുന്നു. രാജാവ്, പുരോഹിതൻ, പ്രവാചകൻ എന്നീ ത്രിവിധ ധർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് യേശു ഇസ്രായേലിൻ്റെ മിശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷ സഫലമാക്കി. ഇസ്രായേലിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന മിശിഹ പിറന്നിരിക്കുന്നുവെന്നാണ് യേശുവിൻ്റെ പിറവിയെപ്പറ്റി മാലാഖ അട്ടിടയന്മാരെ അറിയിച്ചത്. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്നു ജനിച്ചിരിക്കുന്നു. ആരംഭം മുതലേ യേശുവിനെ നാം ദർശിക്കുന്നത് പിതാവ് വിശുദ്ധീകരിച്ചു ലോകത്തിലേക്ക് അയച്ചവനും മറിയത്തിൻ്റെ കന്യോദരത്തിൽ പരിശുദ്ധനായി ജനിച്ചവനുമായിട്ടാണ്. പരിശുദ്ധാത്മാവിൽ നിന്ന് ജനിച്ചവനെ ഗർഭം ധരിച്ചിരുന്ന മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ജോസഫ് ദൈവനാമത്താൽ വിളിക്കപ്പെട്ടു. അങ്ങനെ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജോസഫിൻ്റെ ഭാര്യയിൽ നിന്ന് ദാവീദിൻ്റെ മെസ്സിയാനിക പരമ്പരയിൽ ജനിച്ചു. യേശുവിൻ്റെ മെസ്സയാനിയാഭിഷേകം അവിടുത്തെ ദിവ്യ ദൗത്യം വെളിപ്പെടുത്തുന്നു. ക്രിസ്തു എന്ന നാമം, അഭിഷേകം ചെയ്യപ്പെട്ടവൻ, പരികർമ്മം ചെയ്യപ്പെട്ട അഭിഷേകം എന്നിവ അർത്ഥമാക്കുന്നു. അഭിഷേകം ചെയ്തത് പിതാവ്, അഭിഷിക്തനായത് പുത്രൻ, അഭിഷിക്തനായത് അഭിഷേകം തന്നെയായ പരിശുദ്ധാത്മാവിനാൽ. അവിടുത്തെ സനാതന മെസ്സയാനികാഭിഷേകം അവിടുത്തെ ഭൗമിക ജീവിതകാലത്ത് സ്പഷ്ടമായത് സ്നാപക യോഹന്നാനിൽ നിന്ന് അവിടുന്ന് മാമോദീസ സ്വീകരിച്ചപ്പോഴാണ്. ആ സന്ദർഭത്തിൽ ദൈവം അവിടുത്തെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അവിടുത്തെ മിശിഹയായി യേശു ഇസ്രായേലിന് വെളിപ്പെടുത്തപ്പെടാൻ വേണ്ടിയായിരുന്നു ഇത്. യേശു ദൈവത്തിൻ്റെ പരിശുദ്ധൻ ആകുന്നുവെന്ന് അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളും വെളിപ്പെടുത്തുന്നു. ഇസ്രായേലിന് ദൈവം വാഗ്ദാനം ചെയ്തിരുന്ന ദാവീദിൽ നിന്നുള്ള മെസ്സയാനിക സൂതൻ്റെ അടിസ്ഥാന സൂചനകൾ യഹൂദന്മാരിൽ നിന്നും പലരും, യഹൂദരുടെ പ്രതീക്ഷയിൽ പങ്കുചേർന്നിരുന്ന പല വിജാതീയരും യേശുവിൽ ദർശിച്ചിരുന്നു. മിശിഹ എന്ന ന്യായമായ തൻ്റെ അഭിദാനം യേശു അംഗീകരിച്ചു. അവിടുത്തെ സമകാലികന്മാരിൽ ചിലർ ഈ അഭിദാനം വളരെ മാനുഷികമായ രീതിയിൽ, മിക്കവാറും രാഷ്ട്രീയാർത്ഥത്തിൽ വ്യാഖ്യാനിച്ചിരുന്നതിനാൽ തെല്ലു കരുതലോടെയാണ് യേശു സ്വീകരിച്ചത്.